യെസ് മാഡം. പുതിയ ബെൻസ് സർവീസിന് കൊടുത്തയക്കണം. ഓ, എന്റെ മുറിയിലെ എസിക്ക് എന്തോ ട്രബിൾ, മാറ്റി പുതിയത് വെക്കണം. നന്നാക്കിയാ പോലെ. കേട് വന്നത് നന്നാക്കി ഉപയോഗിക്കുന്ന ശീലം എനിക്കില്ല. വേണ്ട. ഇന്ദു എവിടെ? വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം ഞാൻ എന്റെ എക്സ്പയറിയെ കുറിച്ചൊന്നും തിരക്കാറില്ല. തിരക്കിയേ പറ്റൂ. തന്നെ ഭരിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം അവൾക്കുണ്ട്. ഇവിടെ സ്ത്രീകൾക്കാണ് മുൻഗണന. ഇന്ദു, ഞാൻ ഇവിടെ ഉണ്ട് മാഡം. മമ്മി എവിടെ? ഞാൻ മമ്മി മാഡത്തെ സ്റ്റീം ബാത്ത് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ മമ്മി, ഐ എം ഗോയിങ്. ബൈ ബൈ. മോളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം മോളെ. സമയത്ത് ഭക്ഷണം തയ്യാറാക്കി ഡൈനിങ് ടേബിളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു സെർവന്റിന്റെ ഡ്യൂട്ടി. അത് കഴിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഭവാനി, ഇനി ഇത് ആവർത്തിക്കരുത്. ഏട്ടാ, ഓ, ആ അങ്ങളുടെ മോളായിരുന്ന സ്വപ്നത്തിലല്ലേ? ഇങ്ങനൊരു സ്വപ്നജീവി. ഈ കുട്ടി ഇപ്പൊ വലുതായി കാണൂ? ഏയ്, ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. പൊടി, എന്റെ മനസ്സിൽ അവൾ ഇപ്പോഴും ഇത്രേ ഉള്ളൂ. എന്താ ഉദ്ദേശം? ലവ്? ബാല്യകാല സഖിയല്ലേ, ഒന്ന് കാണാനൊരു മോഹം. എന്താടോ ഇത്ര ആഘോഷം അവർക്ക്? ആ ചീഫ് മെക്കാനിക് രാമകൃഷ്ണന്റെ കേസിന്റെ വിധി അയാൾക്ക് അനുകൂലമായിട്ട് പ്രഖ്യാപിച്ചു. ഡ്രൈവർ വണ്ടി എടുക്കും. ഗുഡ് മോർണിംഗ് മാഡം. രാമകൃഷ്ണന്റെ കേസിന്റെ വിധി എന്തുകൊണ്ട് എന്നെ ഇൻഫോം ചെയ്തില്ല? സോറി മാഡം. വക്കീൽ എവിടെ? അപ്പീലിന് വേണ്ടി കേസ് പഠിച്ചോണ്ടിരിക്കുക. ആരും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞു. മിസ്റ്റർ പണിക്കർ, Under the circumstances, I humbly pray for your justice, Your Honor. എന്റെ പ്രതിയെ തൂക്കിക്കൊല്ലരുത്, പ്ലീസ്. സോറി മാഡം, ഞാൻ കോടതിയിലാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇഡിയറ്റ്. താങ്ക് യു മാഡം. ഉറക്കം കൊണ്ട് പണി പോയാ മാഡം? രാമകൃഷ്ണന്റെ കേസ് നമ്മൾ എന്തുകൊണ്ട് തോറ്റു? ആ എതിർകക്ഷിയുടെ വക്കീലിന്റെ തലയിൽ ഇത്രയും വലിയ ബുദ്ധിയുണ്ട് ഞാൻ കരുതിയില്ല. ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ കേസ് വേറെ വല്ല നല്ല വക്കീലിനെ വെച്ച് വാദിക്കില്ലേ? പണിക്കരേക്കാൾ ബുദ്ധിമാനായ മറ്റൊരു വക്കീലോ? ഫൈനൽ ആർഗ്യുമെന്റിന് താൻ എവിടെയായിരുന്നു? അതൊന്ന് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ പടത്തിന് റിലീസായിരുന്നേ. ഫസ്റ്റ് ഷോ ഞാൻ കണ്ട്. ഞാനാ ഇപ്പൊ ഓൾ കേരള ഫാൻസ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ്. You are dismissed. എടീ, ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. നിന്റെ ആങ്ങളക്ക് എന്ത് പറ്റി? നിങ്ങൾക്കിത് എന്ത് പറ്റി മനുഷ്യ? എടീ, എന്റെ ഈ വലത്തേക്കറിനെ താഞ്ഞടിച്ച ആ മൂദേവിയുടെ കരങ്ങൾ കൊണ്ട് എന്റെ ഈ വലത്തേക്കാലം ഞാൻ പിടിപ്പിക്കണം. എന്നെ പുറത്താക്കിയതിന്റെ കൊടുനഷ്ടം അവൾ അറിയണം. അറിയിക്കണം. എങ്കിൽ നിങ്ങൾ ഒരാണാണെന്ന് ഞാൻ പറയും. ഇല്ലെങ്കിൽ നീ പറയില്ലേ? ഇത്രയും നാള് കൂടെ കിടന്നിട്ട് നിനക്ക് വിശ്വാസമില്ലേ ഞാൻ ഒരാണാണെന്ന്? അതല്ല മനുഷ്യ, പിന്നെ വാശി എനിക്കുണ്ടെന്ന് പറയായിരുന്നു. നിങ്ങൾക്ക് അവളെ ഒന്ന് തിരിച്ചടിക്കാമായിരുന്നില്ലേ? എടീ, അവർക്ക് എന്നെ അടിക്കാം, പക്ഷെ ഞാൻ തിരിച്ചടിച്ചാൽ കേസ് വേറെയാണ്. കേട്ടിട്ടില്ലേ? പീഡനം. ഏട്ടാ, ആ രാജമല്ലികയ്ക്ക് അവരെക്കാൾ അഹങ്കാരിയായ ഒരു മകളില്ലേ? ഒരു ഭൂലോക രംഭ. പിന്നെ ഈ ഭൂലോകം തന്നെ അവളുടെ കൈവെള്ളയിലാണെന്ന് അവളുടെ വിചാരം. അവളാണ് എന്റെ ടാർഗറ്റ്. നീയാണടി എന്റെ യഥാർത്ഥ പെങ്ങൾ. രാജമല്ലികയുടെ മകൾ രാജലക്ഷ്മി സമ്പത്ത് കുമിഞ്ഞുകൂടി തലയ്ക്ക് മത്തുപിടിച്ച് പുരുഷവർഗത്തെ കാൽ ചൂട്ടിലിട്ട് മെതിക്കുന്ന രാജമല്ലികയുടെ പട്ടി ചവിട്ടി താഴ്ത്താനുള്ള ഒരു തുറുപ്പ് ചീട്ട് രാജലക്ഷ്മി. ഓ, എന്റെ തലയിൽ കുശാഗ്ര ബുദ്ധി തെളിയുന്നടി. ആ ഭൂലോകരംഭയുടെ ജീവിതത്തിലേക്ക് ഒരു പരമ ചെറ്റ കടന്നു വന്നാൽ വണ്ടർഫുൾ ഐഡിയ. താങ്ക് യു. നീ കണ്ടോ പണിക്കരുടെ പ്രതികാരം? അതിനു പറ്റിയ ഒരു പരമ ചെറ്റയെ എനിക്ക് ഉടനെ കണ്ടുപിടിക്കണം. ആഹാ, എനിക്ക് പണിയായല്ലോ. മാറ പെണ്ണുമ്പിള്ള ജോലി ചെയ്യാനും സമ്മതിക്കില്ല.
ഭദ്രമായിട്ട് ഇവിടെ ഇരുന്നു. ഡ്രൈവർ ഞാനാ, വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. പോലീസ് പോലീസ്! അയ്യോ ഞാൻ പോലീസ് അല്ല, കള്ളൻ കള്ളൻ. ഞാൻ കള്ളനുമല്ല, പോർട്ടർ പോർട്ടർ. ഈ കൂലി 7-ാം കൂലിയല്ല, വെറും കൂലി. പിന്നെ എന്തിനാ നീ പെട്ടിയെടുത്ത് ഓടിയത്? എന്നിട്ട് അത് കൊണ്ടുവന്ന് എന്തിനാ ടാക്സിയിൽ വെച്ചത്? അയ്യോ ഞങ്ങൾ പോർട്ടർമാർ ഇങ്ങനെ പെട്ടി കണ്ട വിടില്ല. എന്റെ കൂലി തന്നിട്ട് സാറന്മാര് ടാക്സിയിൽ കയറി പോയാട്ടെ. ഞങ്ങൾക്ക് ഈ ടാക്സിയിൽ പോണ്ടെങ്കിലോ? സാറിന് ടാക്സി വേണ്ടെന്ന്. അതിലൊന്ന് കയറിയാൽ എന്തായിരുന്നു മോനെ? ഒരു നിമിഷം. അതെ, ഈ സാറന്മാരുടെ പെട്ടി ആ വണ്ടിക്കകത്തായി പോയി. ഞാൻ ഒന്ന് പോയി എടുത്തിട്ട് വരട്ടെ, ഒരു 5 മിനിറ്റ്. പെട്ടിയായിട്ട് വരുമ്പോ ഇവിടെ തന്നെ കാണണേ. ഞാൻ കള്ളനാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ലല്ലോ. ഏയ്, ഈ ബൈക്ക് പൊളിച്ചടിക്ക് വിറ്റേക്ക്. പെട്ടിയിൽ വല്ലതും ഉണ്ടോടെ? നോക്കട്ടെ. എല്ലാം തുള വീണത്. യുവന്മാർക്കെന്താ പഴയ ജട്ടിയുടെ കച്ചവടമുണ്ടോ? ദൈവമേ, എന്നെ തപ്പി എങ്ങാനും വന്നതായിരിക്കും. ഇത് നമ്മുടെ വാസുചേട്ടനല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ സർവ്വഗുണങ്ങളുള്ള മറ്റേ ആള്. തരികിടയാണല്ലേ? അല്ല, ഒരു തരികിടയെ തേടി വന്നതാണ്. കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ നിനക്ക് കെട്ടിച്ചു തരാം. സാറിന്റെ മോളോ പെങ്ങളോ? എന്താ വയറ്റിലെങ്ങാനും ഉണ്ടായോ? വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, വധു സാറിന്റെ മകളല്ല, സാറിന്റെ ശത്രുവിന്റെ മകളാണ്. ബാറുകൾ, കാറുകൾ, നക്ഷത്ര ബംഗ്ലാവുകൾ എല്ലാം നിനക്ക് സ്വന്തമാക്കാം, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുകയാണ്. എന്നാ ഇപ്പൊ തന്നെ പോവാം. 2 പെറ്റതാണെങ്കിലും കുഴപ്പമില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലടേ. ആദ്യം നീ അവളൊന്ന് വളയ്ക്കണം. വളയ്ക്കാം? ഈ കോലത്തിൽ അവള് വളയില്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ലാന്ന്. നിന്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് ഇഷ്ടമായി. പക്ഷേ പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ ഭാഷ, നിന്റെ വേഷം, നിന്റെ നടത്തം, നിന്റെ രൂപം ആകെ അടിമുടി ഒന്ന് മാറണം. നീ ഒരു കോടീശ്വരനായി മാറണം മോനെ. എന്നാലും എന്റെ താങ്ങും തണലും അല്ലേ ആ കള്ളം കട്ടണ്ടു പോയത്? എന്ത് ജെട്ടി? അയ്യേ, അപ്പൊ നീ ഇപ്പോ? ഇല്ലെന്നേ, ആ കള്ളം കട്ടണ്ട ബാഗിലായിരുന്നില്ല അത്. ഏതായാലും റിസോർട്ടിൽ മുറിയെടുത്ത് വലിയ മണ്ടത്തരമായി പോയി. എടാ, ഇത് രാജക്കാരുടെ റിസോർട്ടല്ലേ? ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് ആൾക്കാരുടെ വിഹാര കേന്ദ്രമാണിത്. എടാ, നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ യാദൃശ്യമായിട്ട് അവളെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിക്കും. എടാ ദേ, നമുക്ക് ഊണ് കഴിക്കണ 2 എണ്ണം കഴിക്കാം. ഹലോ ഹലോ, പിന്നെ വിളിക്കൂ. ഞാൻ ഒരുപാട് മീറ്റിംഗിലാണ്. അതെ അതെ അതെ. ഓക്കെ. ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹൗ ഓൾഡ് ആർ യു? ഓക്കെ. എവിടെയോ നമ്മൾ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. ബട്ട് ഐ ആം എ കോടീശ്വരൻ. കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കും. ആരെ? എന്നെ. ഓ സർ, ഓർഡർ പ്ലീസ്. ആള് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ ഓടുന്നത്? സർ, ഓർഡർ പ്ലീസ്. ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഓക്കെ 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 ഓക്കെ. മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അവൻ എവിടം വരെ പോകും നോക്കാം.